എല്ലാരും സുഖായിരിക്കുന്നോ? ഇപ്പൊ മാമ്പഴക്കാലമല്ലേ? നമ്മൾ ഈ കടയിൽ നിന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീംസ് വാങ്ങുമ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സും പ്രിസർവേറ്റീവ്സും എല്ലാം ഇഷ്ടം പോലെ ചേരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുത്താലോ? ഫ്രഷ് ആയിട്ട് എപ്പോ വേണേലും ഉണ്ടാക്കാം. അതും വളരെ ഈസി ആയിട്ട്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ സിന്ദൂരി മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ദേ ഈ വലിപ്പമുള്ള 2 മാമ്പഴം തൊലി കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. നന്നായി പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ. നാരുകൾ കുറഞ്ഞത്. അതായിരിക്കും ഐസ്ക്രീമിന് കൂടുതൽ നല്ലത്. അത് നമുക്ക് ഈ ഫ്ലഷ് മാത്രമായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇതിന്റെ ഐസ്ക്രീംസിനൊക്കെ വേണ്ടിയിട്ട് തൊലി ചെത്തുമ്പോൾ ഇപ്പം കട്ടിയുള്ള തൊലിയുള്ള മാങ്ങയാണെങ്കിൽ ഒരുവിധം നന്നായിട്ട് തൊലി ചെത്തിക്കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ദേ 20 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാനിവിടെ 100 ml എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്രഷ് ക്രീമും നമുക്ക് ഈ മാംഗോയുടെയും ഈ പാൽപ്പൊടിയുടെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 100 ml ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും. ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ലാതെ ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. കളറിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് കളറോ ഒന്നും ചേർക്കുന്നില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വലിയ ചിലവൊന്നുമില്ല. ഇനി ഐസ്ക്രീമിന് വേണ്ടി കുഞ്ഞുമക്കൾ വാശി പിടിച്ചാൽ നമുക്ക് കടയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അവരുടെ മുന്നിൽ വെച്ച് നമ്മളിത് ഉണ്ടാക്കി അവർക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഈ ഐസ്ക്രീമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എന്ത് കുറവുണ്ടെങ്കിലും രണ്ടാമത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ ചില ആളുകൾക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മതി. എനിക്കിവിടെ മധുരം കുറച്ച് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ മധുരം കുറച്ചാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ചേർക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ? മാംഗോ, പാൽപ്പൊടി, മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുക്കുക. ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണ്. ചിലപ്പം ചില മാംഗോസിനൊക്കെ ഒരു ഇതുണ്ടല്ലോ ഭയങ്കര എന്താ പറയുന്ന ഫ്ലഷ് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര തിക്കായി പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാത്ത പാല്, ഫുൾ ക്രീം മിൽക്ക് ആണെങ്കിൽ അത്രയും നല്ലത്. അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പം മോൾഡുകളിലേക്കാണ് ഒഴിക്കുന്നത്. നമ്മൾ കുൽഫി മോൾഡുകളില്ലേ അതിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെക്കുകയാണ്. ബാക്കി മിച്ചം വന്നത് ഞാനൊരു ഗ്ലാസ് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ക്ലിംഗ് റാപ്പൊക്കെ വെച്ച് നന്നായിട്ട് അടച്ച് അതും ഞാൻ ഫ്രീസറിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണേലും എടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പം കുഞ്ഞുങ്ങൾക്ക് മുഴുവനായിട്ട് എടുത്ത് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ മോൾഡുകളിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണേലും ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലത്തേക്കിന് നല്ല സെറ്റ് ആയിരിക്കും. കാരണം ഓവർനൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു 6 to 8 hours വെച്ചാലും മതി. ദേ ഇപ്പം കണ്ടില്ലേ ഇതിലേക്ക് ഐസ് ക്രിസ്റ്റൽസ് ഒന്നും തന്നെ വരില്ല. വളരെ നന്നായിട്ട് കവർ ചെയ്തിട്ട് അടച്ച് ഇതും ഫ്രീസറിലേക്ക് കയറ്റുക. വളരെ എളുപ്പമുള്ള റെസിപ്പി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം വരും. കാരണം എന്റെ കുഞ്ഞു മക്കള് എന്റെ കൂട്ടത്തിൽ നിൽപ്പുണ്ട് ഇത് കണ്ടുകൊണ്ട്. അന്നേരം അവർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് എപ്പോൾ റെഡിയാവും കാണാൻ വേണ്ടിയിട്ട്. ദേ ഇപ്പം നമ്മുടെ ഐസ്ക്രീംസ് എല്ലാം പ്രോപ്പറായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് കാണിക്കാം. ഈ മോൾഡുകൾ സാധാരണ നമ്മൾ ടാപ്പ് വാട്ടറിന് താഴെ ഒന്ന് കാണിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ദേ ഇപ്പം കണ്ടില്ലേ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന അവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ്. നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കാതെ നമ്മളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുറച്ച് കഷ്ടപ്പാട് നമുക്ക് കാണും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമ്മുടെ മക്കളുടെ സന്തോഷവും ഒന്ന് വേറെ ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വളരെ ഈസിയാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ കണ്ടിന്യൂസ് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണൂടെ അതിൽ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദേ കണ്ടില്ലേ എന്തൊരു യമ്മി ലുക്കാ അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഞാനിപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ടേസ്റ്റിയാണ്. നല്ല നമ്മൾ ഈ സ്റ്റോറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. കൂടുതൽ ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ. ഇത് പലതരം മാംഗോസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ഓരോ തരത്തിലുള്ള മാംഗോക്ക് ഓരോ ഫ്ലേവർ അല്ലേ? അപ്പോൾ നമുക്ക് പല ഫ്ലേവറിലുള്ള മാംഗോ ഐസ്ക്രീംസ് കിട്ടും. ഞാൻ ഇനി കണ്ടിന്യൂസ് കുറേ ഐസ്ക്രീംസിന്റെ വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ.
ഞാനിപ്പം ഈ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് 5, 6 ഈ കുൽഫി മോൾഡിലുള്ളതും അല്ലാതെയും കുറച്ച് ഐസ്ക്രീംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഈ ഈ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇട്ടേക്കാം, എല്ലാവരും നോക്കിയേക്കാം. ഇതേ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ബൈറ്റ് എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.